നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നടുവേദന അനുഭവപ്പെടാറുണ്ടോ? പ്രത്യേകിച്ച് ഒരു 30 മിനിറ്റിൽ കൂടുതൽ വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ദീർഘദൂര യാത്ര കഴിയുമ്പോൾ നടുവേദന കൂടുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഈ വീഡിയോയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് നടുവേദന കൂടുന്നതെന്നും അതിനെ കുറയ്ക്കാനായി ചെയ്യേണ്ട ചില മാർഗങ്ങളും പറഞ്ഞു തരാം. തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് സൂക്ഷിക്കൂ. ഡ്രൈവ് ചെയ്യുമ്പോൾ കാണുന്ന ഏറ്റവും പ്രധാനമായ തെറ്റ് പലരും സീറ്റ് പുറകിലേക്ക് ചായ്ച്ചു വെക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിന്റെ ഫലമായി നമ്മളുടെ നട്ടെല്ലിന്റെ താഴെ ഭാഗമായ ലംബാർ ഭാഗത്തെ നട്ടെല്ലിന്റെ സ്വാഭാവികമായ വളവിന് വ്യത്യാസം സംഭവിക്കുന്നു. ഇതിന്റെ ഫലമായി ഡിസ്കുകൾക്കിടയിൽ സമ്മർദ്ദം വരാനും നടുവേദന ഉണ്ടാകാനും കാരണമാകുന്നു. പിന്നെ പറയാനുള്ളത്, പുരുഷന്മാരിൽ വളരെയധികം കാണുന്ന ഒരു പ്രവണതയാണ് ബാക്ക് പോക്കറ്റിൽ വാലറ്റ് അല്ലെങ്കിൽ പേഴ്സ് വെച്ചിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത്. ഇങ്ങനെ ദീർഘദൂരം ഇരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ നമ്മളുടെ ഇടുപ്പെല്ലിന് അത് സമ്മർദ്ദം ഉണ്ടാക്കുകയും തൽഫലമായി നടുവേദന ഉണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് പെഡലിലേക്ക് ചവിട്ടാനായി ആഞ്ഞു മുന്നിലേക്ക് ഇരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സീറ്റ് പൊസിഷൻ ശരിയല്ല എന്ന് മനസ്സിലാക്കണം. ഒപ്പം തന്നെ ബ്രേക്ക് ചവിട്ടുമ്പോഴും മറ്റും മുട്ട് മുഴുവനായി നിവരാൻ പാടില്ല. അതേസമയം പൂർണ്ണമായും മടക്കി ഇരിക്കാൻ പാടില്ല. നാലാമതായി വരുന്ന കാരണം കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് ബ്രേക്കുകൾ എടുക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂറോ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് നമ്മൾ പുറത്തിറങ്ങി നടക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പല രോഗികളോടുകൂടി പറയാറുള്ള ഒരു കാര്യമാണ്, ശരിക്കും നിങ്ങൾ പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ നിർത്തുന്നത് നിങ്ങളുടെ നടുവിൻ്റെ റെസ്റ്റിലേക്കും കൂടിയാണെന്നുള്ളത്. അഞ്ചാമതായി പറയാൻ പോകുന്നത് ഇത് കുറയ്ക്കാനുള്ള ഒരു വഴിയാണ്. എപ്പോഴും ഒരു ലോങ് ഡ്രൈവ് ആരംഭിക്കുന്നതിന് മുമ്പ് 10 ബാക്ക് ബെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ദീർഘസമയം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ്. തുടർച്ചയായി ഇരിക്കുന്ന ആൾക്കാരിൽ സ്പൈൻ എപ്പോഴും ഫ്ലെക്സ്ഡ് പൊസിഷൻ അഥവാ മടങ്ങിയ അവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ എക്സസൈസ് ചെയ്യുന്നത് വളരെയധികം വേദന കുറയ്ക്കാൻ സഹായിക്കും. ആറാമതായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ ലംബാർ ഏരിയ അഥവാ നട്ടെല്ലിന്റെ പുറകു ഭാഗത്ത് ഒരു ടവൽ എങ്കിലും മടക്കി വെച്ച് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇതുവഴി വളരെയധികം ലോങ് ഡ്രൈവ്സിലെ വേദന കുറയ്ക്കാൻ സഹായകമാണ്. എന്നാൽ ഡ്രൈവിംഗുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ വേദനയും മസിൽ പെയിൻ ആയിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ഡിസ്ക് കംപ്രഷനും അല്ലെങ്കിൽ സാക്രോയിലിയാക് ജോയിന്റിന്റെ ഡിസ്ഫങ്ഷൻ മൂലമോ എല്ലാം ഈ പറഞ്ഞ അവസ്ഥ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവരിൽ ശരിയായ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും വളരെ അനിവാര്യമാണ്. നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ കാലിൽ വേദന അനുഭവപ്പെടാറുണ്ടോ? അല്ലെങ്കിൽ നടുവിൽ വേദന അനുഭവപ്പെടാറുണ്ടോ? അതോ ഡ്രൈവിംഗ് അവസാനിപ്പിക്കുന്ന സമയത്താണോ വേദന അനുഭവപ്പെടുന്നത്? തീർച്ചയായും ഈ വീഡിയോയ്ക്ക് കമന്റ് ചെയ്യൂ. നടുവേദന അഥവാ ലോവർ ബാക്ക് പെയിൻ, ഡിസ്ക് പ്രോബ്ലംസ്, സ്പൈനൽ ഹെൽത്ത് ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്ക് ഈ അക്കൗണ്ട് ഫോളോ ചെയ്യൂ.